യെസ്, വെൽക്കം ബാക്ക് ടു ആർ കെ ക്ലാസ്സസ്. അപ്പോൾ നമ്മളെ +1 അലോട്ട്മെന്റിനുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത്, ഫസ്റ്റ് ഓപ്ഷനിൽ സ്കൂൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എല്ലാ അലോട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നിങ്ങളെ റീച്ചബിൾ ആയിട്ടുള്ള സ്കൂളായിരിക്കണം. നിങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂളായിരിക്കണം. നിങ്ങൾക്ക് പോയി വരാൻ സൗകര്യമുള്ള സ്കൂളായിരിക്കണം. രണ്ടാമത്, സൗകര്യം ഉണ്ടായിട്ട് കാര്യമല്ല, അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻ ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം? പഠിക്കണം. ക്ലിയർ? നിങ്ങൾക്ക് ബയോ സയൻസ് ആണ് ഇഷ്ടമെങ്കിൽ അവിടെ ബയോ സയൻസ് ഉണ്ടോ എന്ന് പഠിക്കണം. ക്ലിയർ അല്ലേ? ഈ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാൻ കാരണം അവിടെ ഒരു പ്രശ്നമുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിന് ഒരു പ്രശ്നമുണ്ട്. ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂൾ, നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുത്ത സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് കരുതുക. ഓക്കെ, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അവിടെ ടെമ്പററി അഡ്മിഷൻ ഇല്ല, അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. പിന്നെ നിങ്ങൾക്ക് സ്കൂൾ മാറ്റം പോസിബിൾ അല്ല. 100% പറയുന്നില്ല, 99% പോസിബിൾ അല്ല. 1% മാത്രമാണ് സ്കൂൾ മാറ്റത്തിന് ചാൻസ്. അത് സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇനി സെക്കൻഡ് ട്രാൻസ്ഫറിലൊക്കെ പോസിബിലിറ്റി ഉള്ളൂ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അഡ്മിഷനൊക്കെ ഫില്ലായിരിക്കും. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പ് വേണം, നിങ്ങൾക്ക് ആ സ്കൂളിൽ പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് വേണം. അല്ലെങ്കിൽ ഫ്രണ്ട് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, റിലേറ്റീവ് പറയുന്നത് കേട്ടോ എന്ത് ചെയ്യരുത്, സ്കൂള് സെലക്ട് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയാണ്, സബ്സ്ക്രൈബ് ചെയ്തോളൂ. എല്ലാ അലോട്ട്മെൻറ്റായിട്ടുള്ള എല്ലാ വീഡിയോസ് നിങ്ങൾ കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നുകൊണ്ടിരിക്കും.